എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കടകം 1. ഇനിയുള്ള ദിവസങ്ങൾ രാമായണ ദിവസങ്ങളാണ് നമുക്ക്. കഴിഞ്ഞ വർഷം അകമ്പുറം രാമായണത്തിലെ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ചു. അന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ ശ്രീകുമാർ മുഖത്തല സാറായിരുന്നു. ഇത്തവണ രാമായണത്തിലെ കഥകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. നമുക്ക് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ ധാരാളം കഥകളാണ്. കഥകളുടെ ഒരു സാഗരമാണ് രാമായണം. ഈ സാഗരത്തിൽ നമ്മെ കൈപിടിച്ച് നയിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് ശ്രീമതി ലളിതമ്മ ടീച്ചറാണ്. ടീച്ചറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ആകാശവാണിയിലൂടെ സുഭാഷിതം എന്ന പരിപാടി അവതരിപ്പിക്കുന്നത് ശ്രീമതി ലളിതമ്മ ടീച്ചറാണ്. ടീച്ചർ ദീർഘകാലം ദേവസ്വം ബോർഡ് കോളേജിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ടീച്ചറിന്റെ ഭർത്താവ് ശ്രീ ശിവദാസൻ നായർ, അദ്ദേഹം 2 തവണ ആറന്മുള MLA ആയിരുന്നു. ഇന്ന് മുതൽ 31 ദിവസക്കാലം ടീച്ചർ നമ്മോടൊപ്പം ഉണ്ടാകും. ടീച്ചറിൻ്റെ ലളിതമായ സരസമായ അവതരണ ഭംഗിയിലൂടെ രാമായണത്തിലെ കഥകൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ടീച്ചറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടീച്ചർ, രാമായണത്തിൻ്റെ കഥ തുടങ്ങുമ്പോൾ ശരിക്കും ദശരഥൻ്റെ പുത്രകാമേഷ്ടി യാഗം തൊട്ട് എന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പോൾ ഈ പുത്രകാമേഷ്ടി യാഗം നടത്താനായിട്ട് ഋഷ്യശൃംഖനെയാണ് കൊണ്ടുവരുന്നത്. സ്ത്രീകളെ കണ്ടിട്ടില്ലാത്ത അങ്ങനെ വളർത്തിയ ഋഷ്യശൃംഖനാണ് പുത്രകാമേഷ്ടി യാഗം നടത്താൻ വരുന്നത്. ആ കഥയിലൂടെ നമുക്ക് ആരംഭിക്കാം. നല്ല കാര്യം. ഋഷ്യശൃംഖനെ കുറിച്ച് രാമായണം ത്രേതായുഗത്തിലുള്ളതാണ്. ദ്വാപരയുഗത്തിലെ മഹാഭാരതത്തിലും പരാമർശമുണ്ട്. മഹാഭാരതത്തിൽ പാണ്ഡവന്മാർ തീർത്ഥയാത്ര നടത്തും. ആ സമയത്ത് കശ്യപാശ്രമത്തിൽ ചെല്ലുകയും അവിടെ അതിനെക്കുറിച്ചൊക്കെ സംസാരം ഉണ്ടായപ്പം ഇവരുടെ കൂടെ നടന്നിരുന്ന ലോമേശൻ എന്ന മഹർഷി ഇത് ഋഷ്യശൃംഖൻ തപസ് ചെയ്തിരുന്നിടം ആണ് എന്ന് പറയും. അപ്പം അത് കേൾക്കാനായിട്ട് ഈ പാണ്ഡവന്മാർക്ക് താല്പര്യമുണ്ടായി. യുധിഷ്ഠിരൻ ആ കഥയൊന്ന് വിശദമായിട്ട് പറയാമോ എന്ന് ചോദിക്കുന്നിടത്താണ് മഹാഭാരതത്തിൽ ഈ കഥ പറയുന്നത്. വിഭണ്ഡകൻ, കശ്യപപുത്രനാണ് വിഭണ്ഡകൻ. അദ്ദേഹം നല്ല മഹാതപസ്വിയായിരുന്നു. പക്ഷേ ഈ തപസ്വികൾക്കും ചില തെറ്റുകൾ പറ്റാം, ദൗർബല്യങ്ങളുണ്ടാകും. അങ്ങേര് അദ്ദേഹം ഒരു ദിവസം മഹാഗ്രന്ഥത്തിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്ന ആ സമയത്ത് അതിലെ ഉർവശി പോകുന്നത് കണ്ടു. അപ്സരസുകളിൽ ഒരാൾ. ഇത് കണ്ടതോടെ അദ്ദേഹത്തിന് ഇന്ദ്രിയസ്ഖലനം ഉണ്ടാവുകയും ആ ബ്രഹ്മചര്യം തപസ് അത് നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു പോന്നു. ഈ രഥസ് ജലപ്പരപ്പിൽ കിടന്നത് ഒരു മാനിൻ്റെ ഉള്ളിലായി. ആ മാൻ ഗർഭിണിയായി പ്രസവിച്ചു. അത് മനുഷ്യ കുഞ്ഞിനെയാണ് പ്രസവിച്ചത്. പക്ഷെ അതിൻ്റെ 2 കൊമ്പുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലായി കാണും തൻ്റെ കുഞ്ഞാണ്. അദ്ദേഹം ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് നന്നായിട്ട് വളർത്തി. പക്ഷെ അദ്ദേഹത്തിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, സ്ത്രീകളെ കാണാൻ പാടില്ല. എനിക്ക് പറ്റിയ അബദ്ധം അവനുണ്ടാവരുത്. അവൻ മഹാതപസ്വിയാകണം, ഒരു വൃദ്ധഭംഗവും ഉണ്ടാവാതെ. പക്ഷെ ഇദ്ദേഹത്തിന് അച്ഛനല്ലാതെ വേറെ ആരെയും കണ്ടിട്ടില്ല. സ്ത്രീകളെ കാണാതെ വളർത്തി, പക്ഷെ പുരുഷന്മാരെയും കാണിച്ചില്ല. ഈ തപോവനവും ആശ്രമ പ്രാന്തങ്ങളും അല്ലാതെ ഈ കുഞ്ഞൊന്നും കണ്ടിട്ടില്ല. അച്ഛൻ ചെയ്യുന്നത് കണ്ട് അനുവർത്തിയായി അച്ഛൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അഗ്നിസപര്യ ചെയ്ത് ഈ കുഞ്ഞിങ്ങനെ കഴിയുകയാണ്. അക്കാലത്ത് വേറൊരു സംഭവം നടക്കുന്നു. അംഗരാജ്യത്ത് രോമപാദൻ എന്നും പറയും ഒരു മഹാരാജാവാണ് രാജ്യം ഭരിച്ചിരുന്നത്. മഴ പെയ്യുന്നില്ല അല്ലേ? അവിടെ മഴ പെയ്യുന്നില്ല, ഭയങ്കര വരൾച്ച. അപ്പം എന്താ കാര്യം തിരക്കുമ്പോൾ ഇദ്ദേഹം ഒരു ബ്രാഹ്മണൻ അഹിതമായിട്ടൊരു നുണ പറഞ്ഞ് അദ്ദേഹത്തിനെ വഞ്ചിച്ചു. ഇതറിഞ്ഞ ബ്രാഹ്മണർ ഒന്നടങ്കം ആ നാട്ടിൽ നിന്ന് അങ്ങ് പോയി. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവിടെ യാഗം ചെയ്യാൻ ആളില്ല. ഈ ഭൂലോകവും സ്വർഗവും തമ്മിലൊരു ബന്ധമുണ്ട്. ഇവിടെ യാഗം ചെയ്യുന്നു രാജാക്കന്മാര്, ഇതിൻ്റെ 1/6 സ്വർഗത്ത് കിട്ടണം. അങ്ങനെ കിട്ടുമ്പോൾ അവർ നല്ല ശക്തരാകും. അതുകൊണ്ട് പ്രതിഫലമായിട്ട് അതിവൃഷ്ടിയില്ലാതെ അനാവൃഷ്ടിയില്ലാതെ അതേസമയം മിതവൃഷ്ടി തന്ന് ഇവിടുത്തെ സസ്യ ജന്ത ജാലങ്ങളെയെല്ലാം പരിപോഷിപ്പിക്കും. അപ്പം ഇത് കിട്ടുന്നില്ല. അപ്പം ദേവന്മാർക്ക് കോപമായി, മഴ പെയ്ച്ചേയില്ല. അങ്ങനെയാണ് ഇവിടെ ഈ വരൾച്ച ഉണ്ടാകുന്നത്. അപ്പം ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. രാജാവ് പറയും, എന്താ മാർഗം? എല്ലാവരും കൂടെ ആലോചിക്കും. അപ്പോൾ ഇവരെ അനുനയിപ്പിച്ച് ബ്രാഹ്മണരെ കൊണ്ടുവരും.
വീണ്ടും ചർച്ചകളാണ്. ഇതിനൊരു പ്രതിവിധിയായിട്ട് പറയുന്നത്, ഇങ്ങനെ ഒരാൾ വിഭണ്ഡക പുത്രനായിട്ട് ഒരാൾ അവിടെ വനത്തിൽ കഴിയുന്നു, അദ്ദേഹത്തിനെ കൊണ്ടുവന്നാൽ മഴ പെയ്യും എന്ന്. അദ്ദേഹത്തിനെ എങ്ങനെ കൊണ്ടുവരും അറിയാലോ, സ്ത്രീകളുള്ള സ്ഥലത്തേക്ക് പറ്റത്തില്ല. ബലമായിട്ട് കൊണ്ടുവന്നാൽ ഇദ്ദേഹത്തിനെ ഭയപ്പെടണമല്ലോ. അതുകൊണ്ട് എന്താ മാർഗം എന്ന് വിചാരിച്ചു. ആണുങ്ങളാരും തയ്യാറല്ല പോകാൻ. അപ്പൊ അവർ വീണ്ടും ആലോചന തുടർന്നു. അങ്ങനെ വാരനാരിമാളെ, വേശ്യ സ്ത്രീകളെ അയക്കാൻ ഇവരെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തു. അതിനു വേണ്ടിയിട്ട് ഇവരെ തിരക്കി. അവരും ആദ്യം ആരും മുന്നോട്ട് വന്നില്ല. പിന്നെ ഒരു വൃദ്ധയായ സ്ത്രീ വന്ന് പറഞ്ഞു, ഈ നാടിന് വേണ്ടി, അങ്ങേക്ക് വേണ്ടി ഞാൻ ആ കാര്യം, ആ ദൗത്യം ഏറ്റെടുക്കുന്നു. രാജാവിന് സന്തോഷമായി. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് പറഞ്ഞു. ഉടൻ തന്നെ 2 വഞ്ചി വരുത്തിയിട്ട് അത് ചേർത്ത് കിട്ടും. എന്നിട്ട് അതിലൊരു ആശ്രമം, കൃത്രിമമായിട്ടൊരു ആശ്രമം ഉണ്ടാക്കി. ടീച്ചർ ഇത് പറയുമ്പോൾ വൈശാലി എന്ന സിനിമ മനസ്സിലൂടെ കടന്നു ആ, അത് ശരിക്കും വാൽമീകി രാമായണത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇതിനകത്തൊരു ആശ്രമം ഉണ്ടാക്കും. എന്നിട്ട് അതിൽ കുറച്ച് സ്ത്രീകളെ കൂടെ, ഒരു 3-4-5 പേരെ കൂടെ കയറ്റും. എന്നിട്ട് ഇവര് ഇങ്ങനെ പോവുകയാണ്. തപോവനത്തിന്റെ അടുത്ത് ഈ ആശ്രമത്തിന്റെ അധികം അകലെയല്ലാതെ ഈ വഞ്ചി കെട്ടിയിട്ടു. എന്നിട്ട് ഇദ്ദേഹത്തിനെ കാണാനായിട്ട് ശ്രമിക്കുകയാണ്. മഹർഷി ഇല്ലാത്ത സമയത്ത് വേണം അവിടെ ചെല്ലാൻ. അങ്ങനെ 2 കഥകൾ പറയുന്നുണ്ട്. ഇദ്ദേഹം ഇങ്ങോട്ട് വന്ന് കണ്ടെന്നും പറയുന്നുണ്ട്. അവിടോട്ട് ചെന്നു ഈ സ്ത്രീ. അപ്പൊ ഈ സ്ത്രീ കൊണ്ടുപോയതാരെയാ? തൻ്റെ മകളെയാണ്. സുന്ദരിയും യൗവനയുക്തയുമായ തൻ്റെ മകളെയാണ് ഈ കൊണ്ടുവന്നത്. എന്തും സംഭവിക്കാം. അങ്ങനെ ഒരു ത്യാഗം സഹിച്ച് വ്രതം കൊണ്ടുപോകണം. അങ്ങനെ ഇവരവിടെ ചെല്ലും. മഹർഷി ഇല്ലാത്തൊരു സമയത്ത് ചെല്ലുമ്പോൾ ഇദ്ദേഹം ഉണ്ട് അവിടെ. ഋഷ്യശൃംഖനുണ്ട്. ആദ്യമായിട്ട് കാണുകയാണ് ഒരു സ്ത്രീയെ. അപ്പൊ ഇദ്ദേഹം അറിയത്തില്ല. അദ്ദേഹം ചെന്ന് നമസ്കരിക്കും. നമസ്കരിച്ചിട്ട് അർഘ്യം, പാദ്യം ഒക്കെ, ഫലമൂലങ്ങൾ, ഇതൊക്കെയാണല്ലോ ആതിഥ്യ മര്യാദ. അത് ചെയ്തു കഴിയുമ്പം ഈ സ്ത്രീ അദ്ദേഹത്തിനെ നന്നായിട്ടൊന്ന് ആലിംഗനം ചെയ്യും. അയ്യോ, ഇന്ന് വരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലാത്ത സുഖമാണ് അവിടെ കിട്ടുന്നത്. ഒരനുഭൂതി എന്താന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷം ആ മനുഷ്യന് കിട്ടി, ഈ ഋഷിക്ക് കിട്ടി. അദ്ദേഹം ഇവരെ ഇങ്ങനെ നിർനിമേഷയായിട്ട് നോക്കിയിരിക്കുക. എന്നിട്ട് ഈ പന്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ തട്ടിക്കളിച്ച് പന്ത് ഇങ്ങനെ മേലോട്ട് പോകുന്നതൊക്കെ കണ്ടപ്പോൾ ഈ അത്ഭുതം കൊണ്ട്, കാരണം ഇതൊന്നും ലൗകികമായ ഒരു കാര്യവും ഈ ഋഷ്യശൃംഖൻ അറിഞ്ഞുകൂടാ. എന്നിട്ട് ഇവരെ പന്ത് തട്ടുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തെ സ്പർശിക്കുകയും ഉരസുകയും തൊടുകയും തോണ്ടുകയും ഒക്കെ ചെയ്ത് ഇദ്ദേഹത്തിന് ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം വരാൻ സമയമായി. വിഭണ്ഡകൻ വരാൻ സമയമായി. അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പഴങ്ങളൊക്കെ ഇങ്ങോട്ട് കൊടുത്തല്ലോ, ഞാൻ അങ്ങോട്ടും തരാം എന്ന് പറഞ്ഞിട്ട് മോദകം ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൊടുത്തിട്ട് എനിക്ക് അഗ്നസപരിക്ക് സമയമായി എന്ന് പറഞ്ഞിട്ട് ഇവര് പോയിരുന്നു. ഇത് പോയത് തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. ഇദ്ദേഹത്തിന് ഒരു ശകലവും മനസ്സില്ല വിടാൻ. പക്ഷെ എന്താ ചെയ്യാ, അച്ഛൻ അതുകൊണ്ടാണ് എന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും ചെയ്യാതെ അവിടെ വെറുതെ കുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ വിഭണ്ഡകൻ വരുന്നു. അദ്ദേഹം വന്ന് നോക്കുമ്പോൾ ആശ്രമാലം കൊലപ്പെട്ട് കിടക്കുന്നു. ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുമില്ല. കുഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. എന്താ പറ്റിയത് മോനെ നിനക്കെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഇവിടെ നിന്നൊരു ബ്രഹ്മചാരി വന്നു. അയ്യോ, എന്തോ ഭംഗിയാണ് കാണാൻ. ആ മുടി കാണണം, മേള് മുതൽ വർണ്ണിക്കാണ്. ആ മുടി കാണണം, 2ആയിട്ട് മെടഞ്ഞ് പൊന്നൂലിട്ട് കെട്ടിയിരിക്കുന്നു. മുഖം എന്തൊരു മാർദ്ദവമാണ് മുഖത്തിന്. ചുണ്ടുകള് നമ്മുടെ അടുത്ത് അങ്ങനെ ഓരോന്നും. എന്നിട്ട് പറയുന്നു, കഴുത്തിൽ മാല, ആഭരണമുണ്ട്. കഴുത്തിന് താഴെ മനോഹരമായ 2 മുഴകളുണ്ട്. ഒതുങ്ങിയതാണ് കാലിൽ എന്ന് വേണ്ട മുഴുവനായി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. അത് നമുക്ക് മറ്റുള്ളവർക്ക് ഒരുപാട് സന്തോഷം കൊടുക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞപ്പം മഹർഷിക്ക് മനസ്സിലായി ഇവൻ സ്ത്രീയെ കണ്ടിരിക്കുന്നു. പറഞ്ഞു, മോനെ, അത് ബ്രഹ്മചാരിയല്ല, അത് രാക്ഷസിയാണ്. നമ്മളെ പറ്റിക്കാൻ, നമ്മളെ അപായപ്പെടുത്താൻ വന്ന നീ അതിന്റെ പിന്നാലെ പോവാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ അവിടെ എല്ലാം ചുറ്റി നടന്നു നോക്കി, കണ്ടില്ല. പക്ഷെ എന്തോന്ന് പറയാൻ, ഇദ്ദേഹത്തിന് വേറെ ഒരു ചിന്തയും ഇല്ലാതായി. ഒരു ദിവസം മഹർഷി പുറത്തേക്ക് പോകുമ്പോൾ അധികം താമസിക്കാതെ തന്നെയാണ് അവരെ തിരക്കി ചെല്ലുന്നു. അവരെ കണ്ടുപിടിക്കുന്നു. അവർ ചോദിക്കും, ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വരുന്നോ? ഓ, ഞാൻ വരാം എന്ന് പറഞ്ഞ് ആശ്രമത്തിൽ ഈ കൃത്രിമ അതിനകത്തോട്ട് വഞ്ചിക്കകത്തോട്ട് ഇദ്ദേഹത്തിനെ കയറ്റി ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ പെൺകുഞ്ഞുങ്ങൾ ഇരിക്കുക, ഒരു 5-6 കൂടെ. ദേവലോകത്തിൽ എത്തപ്പെട്ട പോലെ തോന്നി എന്നാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹം അറിയാതെ തന്നെ ഈ വഞ്ചിയുടെ കെട്ടഴിച്ചങ്ങ് വിടുകയാണ്. അങ്ങനെ ചെന്ന്
ചെന്ന് നദിയിലൂടെ ഒഴുകി അംഗരാജ്യത്ത് ചെല്ലും. അവിടെ ചെന്ന് ഇദ്ദേഹം ആ ഭൂമി പദസ്പർശം ചെയ്തു. ഭയങ്കര മഴ. ആ മഴ രാജാവ് അറിയുന്നു. രാജാവ് ഓടി വരികയാണ്. എല്ലാവരും ഓടി വരിക ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ. എന്നിട്ട് പറയും, കിരീടം നിലത്ത് മുട്ടത്തക്കവണ്ണം ഇദ്ദേഹത്തിനെ നമസ്കരിക്കുകയാണ്. എന്നിട്ട് എല്ലാ ഉപചാരങ്ങളും ചെയ്ത് ഇദ്ദേഹം വളരെ ആഡംബരത്തോടുകൂടി ഇദ്ദേഹത്തിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതിന് ശേഷം തൻ്റെ വളർത്തുപുത്രിയാണ് ശാന്ത. അറിയാമായിരിക്കുമല്ലോ, ദശരഥൻ കൊടുത്താണ് വളർത്തുപുത്രിയായിട്ട്. അതുകൊണ്ടാണല്ലോ ദശരഥൻ അതെ പുത്രകാമേഷ്ടി. അതെ. എന്നിട്ട് ഈ പുത്രിയെ വളരെ ശാന്ത മനസ്സോടെ ഇദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ അവിടെ താമസിക്കുകയാണ്. അപ്പം ഒരു സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം മനസ്സിലുണ്ടല്ലോ, വിഭണ്ടൻ തിരിച്ചു വന്നോ അല്ലേ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മഹർഷി വരാനുള്ള സാധ്യതയുണ്ട്. എല്ലായിടത്തും ഒരു വിളംബരം അടിച്ചു. ഇവിടെ വന്നാലും അദ്ദേഹത്തിനോട് പറയണം, ഇത് ഋഷ്യശൃംഖന്റെയാണ്, അദ്ദേഹത്തിന് വേണ്ട വിധം സത്കരിക്കണം. അദ്ദേഹം അവിടെ ഇവിടെ എല്ലാം ഓടി നടന്ന അവസാനം അംഗരാജ്യത്ത് വന്നു. ആദ്യം ഒരു ഗോശാലയിലാണ് കയറുന്നത്. അവർ ഓടിച്ചെന്നു, സത്കരിച്ച് നന്നായിട്ട് ഇദ്ദേഹത്തിനെ വേണ്ടവണ്ണം സത്കരിച്ചു. അപ്പൊ അദ്ദേഹം ചോദിക്കും, ഇത് ആരുടെ വകയാണ്? ഇത് ഋഷ്യശൃംഖന്റെ വകയാണ്. അടുത്തടുത്തോട്ട് ചെല്ലും, ഇതാരുടെയാ? ഇത് ഋഷ്യശൃംഖന്റെ. അങ്ങനെ ഇദ്ദേഹം സന്തുഷ്ടനായി. എന്നിട്ട് ഈ കൊട്ടാരത്തിൽ ചെല്ലും. അപ്പൊ അദ്ദേഹം ഓടി വന്ന് ഋഷ്യശൃംഖൻ ഇദ്ദേഹത്തെ നമസ്കരിക്കും. എന്നിട്ട് പറയും, മോനെ ദേഷ്യമൊന്നുമില്ല പിന്നെ, കാരണം മകൻ എത്തേണ്ടടുത്ത് എത്തിപ്പെട്ടു, വളരെ സുരക്ഷിതനായിട്ട് അങ്ങനെ ജീവിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഏതൊരു അച്ഛനെയും പോലെ സന്തോഷവാനായി. എന്നിട്ട് അദ്ദേഹം പറയും, ഒരു കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞു, അങ്ങനെയാണല്ലോ ഇവരെ, അത് ഏൽപ്പിച്ചിട്ട് രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് നീ തിരിച്ചു വരണം വനത്തിലേക്കെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോകും. ഈ കഥ പിന്നെ നമ്മൾ കേൾക്കുന്നത് രാമായണത്തിലാണ്. രാമായണത്തിൽ പുത്രകാമേഷ്ടി, പുത്രനെ കാമിക്കുന്ന ഇഷ്ടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശാന്ത എന്ന് പറയുന്ന പുത്രി ഉണ്ടല്ലോ, പുത്രന്മാരാണ്. അത് തന്നെ, പുത്രിയെ കൊണ്ട് ദശരഥൻ തൃപ്തിപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ദത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ വളരെ രാജ്യം വളരെ പ്രജാഹിതാർത്ഥം ഭരിക്കുന്നു. ഒരാൾക്കും ദുഃഖമില്ല. പക്ഷെ ദശരഥന് ദുഃഖമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു അശ്വമേധയാഗം ആയാലോ എന്ന് ചിന്തിച്ചു. ഇവരോടെല്ലാം ആലോചിച്ചേ ചെയ്യത്തുള്ളൂ. അന്നത്തെ രാജാക്കന്മാരെ മന്ത്രിമാരെയും ഒക്കെ വിളിച്ചിങ്ങനെ കാര്യങ്ങൾ, എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അവർക്കും സമ്മതമായി. ഇത് തീരുമാനമെടുത്തു കഴിഞ്ഞ് റാണിമാരെ വിളിച്ചു. അവരോട് പറഞ്ഞ് അവർക്ക് സമ്മതമായി. ഇത്രയും കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിനോട് സുമന്ത്രർ അടുത്ത് വിളിച്ചിട്ട് പറയും, അങ്ങയോട് ഒരു രഹസ്യം പറയാനുണ്ട്. ഈ രഹസ്യം എനിക്ക് സനൽകുമാരൻ പറഞ്ഞ് കേട്ട ഒരു പുരാവൃത്തമാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അതായത് ഇങ്ങനെ ഋഷ്യശൃംഖൻ, വിഭാണ്ഡകപുത്രനായിട്ട് ഋഷ്യശൃംഖൻ ഉണ്ടെന്നും അദ്ദേഹം അംഗരാജ്യത്തെ പോയിട്ട് മഴ പെയ്ച്ച കാര്യവും ഇതെല്ലാം, ഇത് രണ്ടാമത് ആവർത്തിക്കണ്ടല്ലോ, ഇതെല്ലാം സുമന്ത്രർ ഇദ്ദേഹത്തിനോട് പറയും, ദശരഥനോട്. എന്നിട്ട് സനൽകുമാരന്റെ വാക്കുകളായിട്ട് ഇത്രയും കൂടെ പറയും. അതായത് ഇക്ഷ്വാകു വംശത്തിൽ ദശരഥൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ടാവും. ആ രാജാവിന് മക്കളുണ്ടാകത്തില്ല. ആ സമയം യാഗം ചെയ്യാൻ ആയിട്ട് തീരുമാനിക്കും. അന്ന് ശാന്താഭർത്താവിനെ, ഋഷ്യശൃംഖനെ കൂട്ടിക്കൊണ്ടുവരുമെന്നും അന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യാഗം നടന്ന് അങ്ങേക്ക് 4 പുത്രന്മാരുണ്ടാകും എന്നും പ്രവചിച്ചിട്ടുണ്ട്, സനൽകുമാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നേരത്തെ ഉള്ള കരാറും പ്രകാരം ആണ് ഈ ശാന്തയെ അങ്ങോട്ട് കൊടുക്കുന്നത്. കാരണം നല്ല റിസ്കിലാണ് അത് പോകുന്നതെന്ന് ആലോചിച്ചോണം. ഋഷ്യശൃംഖൻ വരുമോന്നും എങ്ങനെയാവുമെന്നും ഒന്നും അറിയാതെ ഈ ദശരഥ മഹാരാജാവ് പുത്രന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഇത് പറയും. അപ്പൊ തന്നെ രാജാവിന് സന്തോഷമാകും. ഉടനെ തന്നെ പോകാനുള്ള ഏർപ്പാടാക്കും. ഭാര്യമാരെയും മന്ത്രിമാരെയും പുരോഹിതന്മാരെയും അത്യാവശ്യം വേണ്ട എല്ലാവരെയും കൂടെ ചേർത്ത് ഇദ്ദേഹം നേരെ ഈ അംഗരാജ്യത്ത് ചെല്ലും. കാര്യങ്ങളൊക്കെ പറയും. നന്നായിട്ട് എല്ലാവരും സ്വീകരിക്കും. എപ്പോഴും അങ്ങനെയാണല്ലോ, ആതിഥ്യ മര്യാദ ഇവർക്കെല്ലാം നന്നായിട്ടുണ്ട്. അത് ആര് എങ്ങനെ എപ്പോൾ ചെയ്യണമെന്നുള്ളതും കൃത്യമായിട്ട് അതിന് നിയമം തന്നെ ഉണ്ട്. ആ രീതിയിൽ ചെയ്തു. അദ്ദേഹത്തിന് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, രാജാവിൻ്റെ അടുത്ത് ജ്വലിച്ചിരിക്കുന്ന ഋഷ്യശൃംഖനെ കണ്ടു എന്ന് പറയുന്നത്. എന്നിട്ട് അത്രയും നാളും തപസ്സനുഷ്ഠിച്ചതിന്റെ ഒരു തീർച്ചയായിട്ടും. എന്നിട്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറയും. അന്നേരമാണ് പറയുന്നത്, ശാന്ത എൻ്റെ മകളാണ്, വളർത്തുപുത്രിയായിട്ട് കിട്ടിയത് ഒക്കെ ലോമപാദം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരുന്നതും യാഗം ചെയ്യുന്നതും പുത്രകാമേഷ്ടി ചെയ്യുന്നതും പായസം വരുന്നതും പൗക്കുന്നതും ഒക്കെ നമുക്കെല്ലാം അറിയാവുന്ന
നമ്മൾ കഥകളാണ് കഴിഞ്ഞ തവണ അത് വിശദമായി പറഞ്ഞതുമാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ ചോദിച്ചത് ഋഷ്യശൃംഖൻ എന്തുകൊണ്ടാണ് പുത്രകാമേഷ്ടി യാഗം നടത്താൻ ഋഷ്യശൃംഖനെ തന്നെ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അതിന്റെ കൂടി ഒന്ന് പറയാമോ ടീച്ചർ? പറയാം. അതായത് ഈ ബാല്യത്തിൽ കിട്ടിയ ആ സമയം മുതൽ വേറെ ആരെയും കാണാതാണല്ലോ ഇദ്ദേഹം വളർത്തുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു കുഞ്ഞിന് വേണ്ട അറിവ് മാത്രമേ ലൗകിക ജീവിതത്തിലുള്ളൂ. പക്ഷെ അച്ഛനെ കണ്ട് അച്ഛൻ്റെ ഉപദേശം സ്വീകരിച്ച് ആ തപസ് കണ്ട് അതൊക്കെ ചെയ്ത് അനുവർത്തിച്ചുകൊണ്ടുള്ള അച്ഛനെ റോൾ മോഡൽ വേറെ ഒന്നും അദ്ദേഹത്തിന് ഇല്ല. പിന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരുമായിട്ട് ചെയ്യുന്ന ഋഷ്യശൃംഖൻ ചെയ്യുന്ന ഒരു കാര്യം ആഹാരമാണ്. അതും ഫലമൂലാദികളാണ്. ആഹാരം ഉള്ളിൽ ചെന്ന് അത് രസമായി രക്തമായി സപ്തധാതുക്കളായി വീര്യത്തിലെത്തി അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആഹാരത്തിന് നിദാനം മഴയാണ്. മഴ ഇല്ലെങ്കിൽ ഇത് ഫലമൂലങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ ഋഷ്യശൃംഖൻ ഓർക്കുന്നത് മഴയാണ് ഈശ്വരൻ. അതുകൊണ്ട് തന്നെ മഴയെ ഇദ്ദേഹം കൂടുതൽ ആരാധിച്ചിട്ടുണ്ടാവും. ആ മഴ ഇദ്ദേഹത്തിന് അടിമപ്പെട്ടു എന്ന് വേണം പറയാൻ. ആ അദ്ദേഹം കാലുകുത്തി ഉടനെ മഴ പെയ്തതും പർജന്യദേവന് ഇദ്ദേഹത്തിന് വശംവദനായി. എന്നിട്ടോ അവിടെ യാഗം ചെയ്യുന്നില്ല. ഈ അംഗരാജ്യത്തിൽ ചെന്ന് ഇദ്ദേഹം യാഗം ചെയ്യുന്നില്ല. അവിടെ കാലുകുത്തിയപ്പോഴത്തേനും പർജന്യദേവൻ കനിഞ്ഞു. അവിടെ മഴ പെയ്തു. അവിടെ കാരണം ഇതാണ്, അദ്ദേഹത്തിന് ബ്രഹ്മചാരിയാണ്. 2 തരം ബ്രഹ്മചാരിയാണെന്ന് പറയുന്നുണ്ട്. ഒന്ന് നൈഷ്ഠിക ബ്രഹ്മചാരി, 2 പ്രവാഹ ബ്രഹ്മചാരി. അപ്പൊ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെ ബ്രഹ്മചാരിയായിട്ട് വിവാഹം ഒന്നും കഴിക്കാതെ തുടരുക, മറ്റേതിന് വിവാഹം ആകാം. അപ്പൊ ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെയുള്ള ഒരു അറിവുകൾ കൂടി കൊടുത്തിരുന്നിരിക്കാം. കാരണം ഈ ബ്രഹ്മചാരി പ്രവാഹ ബ്രഹ്മചാരിയായിട്ടാണ് പിന്നീട് പോകുന്നത്, ശാന്ത ഭർത്താവായിട്ട് ജീവിതം ഉണ്ടാകുന്നതല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കന്മഷം ഒട്ടും കളങ്കമില്ലാത്ത പ്രകൃതിയുടെ പുത്രനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ചെന്നപ്പോൾ മഴ കനിഞ്ഞ് അനുഗ്രഹിച്ചത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ശാന്ത ഭർത്താവായിട്ട് കഴിഞ്ഞു. ഇവിടെയും ഊഷരഭൂമി തന്നെയാണ്. ഇവിടെയും മഴ പെയ്യുന്നില്ല. എന്ത് മഴയാ, പുത്രന്മാരുണ്ടാകുന്നില്ല. നമ്മൾ പറയും കുഞ്ഞുങ്ങൾ അകം കുളിർപ്പിച്ചു എന്ന്. അപ്പൊ ഇവരുടെ അകം കുളിർപ്പിക്കാനായിട്ട് അംഗരാജ്യത്തിൽ മഴ പെയ്ച്ചതുപോലെ തന്നെ ഇവിടെ പുത്രലാഭവും ഉണ്ടാക്കി. അതിനുവേണ്ടി ഇവരുടെ ജീവിതത്തിന്റെ ആ കുളിർമയ്ക്ക് മഴ പെയ്ച്ച ആണ് ഈ ഋഷ്യശൃംഖൻ എന്ന മഹാനായ ഋഷി. അദ്ദേഹത്തിന് നമുക്ക് നമിക്കത്തക്കത് തന്നെയാണ്. കേട്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് ഋഷ്യശൃംഖന്റെ കഥ നമുക്ക് പറഞ്ഞു തന്നത്. അംഗരാജ്യത്തിൽ ഋഷ്യശൃംഖൻ കാൽ കുത്തിയ ഉടൻ തന്നെ അവിടെ വലിയ മഴയാണ് പെയ്തത്. അതിന്റെ കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ദശരഥ മഹാരാജാവിന്റെ ജീവിതത്തിലും സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം ഉണ്ടാക്കിയതും ഋഷ്യശൃംഖൻ കാരണമാണ് പുത്രകാമേഷ്ടി യാഗം നടത്താൻ വരുന്നത്. വീണ്ടും നാളെ കാണാം അടുത്തൊരു കഥയുമായി. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.